ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ കുറ്റവിചാരണയ്ക്കുള്ള നടപടികൾ തുടങ്ങി. കുറ്റവിചാരണയുടെ ഭാഗമായി നടത്തുന്ന അന്വേഷണത്തിനായുള്ള സമിതിയിൽ ഉൾപ്പെടുത്തേണ്ട ജഡ്ജിമാരുടെ പേരുകൾ കൈമാറാൻ ലോക്സഭാ സ്പീക്കർ കത്ത് നൽകും. അതേസമയം അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ബാലഗോപാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയാണല്ലോ. വിശദവിവരങ്ങൾ എന്താണ്? വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ടല്ലോ. മോദി, ഗുഡ് മോർണിംഗ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഈ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ട് കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് ഖന്ന രൂപീകരിച്ച അന്വേഷണ സമിതിക്കെതിരെ അദ്ദേഹം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നതാണ്. ഈ അന്വേഷണ സമിതി റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ആവശ്യപ്പെടുന്നത്. ജസ്റ്റിസുമാരായ ദിബാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മസീഹും അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിനിടയിലാണ് ലോക്സഭാ സ്പീക്കർ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരായ കുറ്റവിചാരണ നടപടികൾ ആരംഭിക്കുന്നതിനുള്ള ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം 150ഓളം MP-മാർ നൽകിയ കത്ത്, അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ കത്ത് അദ്ദേഹം അംഗീകരിച്ചിരുന്നു. അതിന്റെ തുടർ നടപടി എന്ന നിലയിൽ ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ അന്വേഷണ സമിതിക്ക് രൂപം നൽകുന്നതിന്റെ ഭാഗമായി 2 ജഡ്ജിമാരുടെ പേരുകൾ നൽകാൻ, അന്വേഷണ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ട 2 ജഡ്ജിമാരുടെ പേരുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് കത്ത് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജിയും ഏതെങ്കിലും ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേരാണ് നൽകേണ്ടത്. ലോക്സഭാ സ്പീക്കറിന്റെ കത്ത് ലഭിച്ചാൽ ഉടൻ തന്നെ ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മോദി, ശരി. ബി ബാലഗോപാലാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇത് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഇന്നത്തെ ദിവസം നിർണായകമാണ്.